എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് ശർമ്മ, താമരശ്ശേരിയിലും മാലം. ഞാനൊരു അധ്യാപകൻ എന്നതിലുപരിയായി വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യ കാർമ്മികനായിട്ടും ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം വെന്നിമലയിലെ കർക്കിടകവാവ് ബലിയുമായി ബന്ധപ്പെട്ട മുഖ്യ കാർമ്മികനായിട്ടും പ്രവർത്തിക്കുന്നു. കർക്കിടകവാവ് ബലിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോയിലൂടെ സാധ്യമാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിച്ചത് നമ്മളുടെ പിതൃക്കൾ ആണ്. ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിൽ നമുക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ അവർക്ക് ഒരു സ്മരണ എന്നതാണ് ഈ വാവ് ബലിയിലൂടെ നമുക്ക് സാധ്യമാക്കുക. നമുക്ക് ജന്മം നൽകിയ, നമ്മളുടെ തലമുറകൾ നിലനിർത്തിയ അവരെ ഓർമ്മിക്കാനായിട്ട് ഒരു ദിനം, അത് എല്ലാ പിതൃക്കളെയും, ഒരു കുടുംബത്തിലെ എല്ലാ പിതൃക്കളെയും ഒരുമിച്ച് ഓർമ്മിക്കുക കൂടിയാണ് ഈ കർക്കിടക വാവ് ബലി കൊണ്ട് നമ്മൾ സാധ്യമാക്കും. എത്ര തലമുറ ഉദ്ദേശിച്ചാണ് ഈ കർക്കിടക വാവ് ബലി നടത്തപ്പെടുന്നത്? 21 തലമുറയ്ക്ക് മോക്ഷം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വാവ് ബലി നടത്തപ്പെടുന്നത്. ഈ വാവ് ബലിയിൽ മരിച്ച ആളുടെ പേരും നാളും സങ്കല്പിച്ച്, അതുപോലെ തന്നെ ആ കുടുംബത്തിലെ മരിച്ച മറ്റ് ആളുകളെ എല്ലാം സ്മരിച്ചുകൊണ്ട് ഒരുമിച്ച് നടത്തപ്പെടുന്ന ഒരു ബലികർമ്മമാണ് കർക്കിടക വാവ് ബലി എന്ന് പറയുന്നു. കർക്കിടക മാസം തുടങ്ങിയാണ് ദക്ഷിണായനം ആരംഭിക്കുക. തുടർന്നുള്ള 6 മാസം ദക്ഷിണായനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ദക്ഷിണായനത്തിലെ ആദ്യ വാവാണ് കർക്കിടക വാവ്. അപ്പോൾ ആ വാവില് ഇടുന്ന ബലി ഏറ്റവും ഉത്തമമായിട്ടാണ് കണക്കാക്കുക. പുലപാലായ്മ ഉള്ളപ്പോൾ ബലിയിടാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു കുടുംബത്തിലെ ആള് മരിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പുല ആചരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ബാലായ്മ ആചരിക്കുക. ഈ കാലഘട്ടത്തിൽ ശേഷം ബാലായ്മകൾ അവസാനിച്ച ശേഷം ചിലർക്ക് 12 ദിവസമാണ്, ചിലർക്ക് 16 ദിവസമാണ്. അപ്പോൾ ആ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ബലിയിടുന്നതിന് അനുയോജ്യമായിട്ടുള്ളൂ. കർക്കിടക വാവ് ബലി ഇടാനായിട്ട് ഏറ്റവും അനുയോജ്യം എന്ന് ചോദിക്കുമ്പോൾ അത് വീടുകളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷെ വീടുകളിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റുകൾ വരാതെ മറ്റൊരാളുടെ ഒരു സഹായം കൂടി ആവശ്യമായി വരുന്നു. അതുപോലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഈ ബലിയിടുന്നു. ഇപ്പോൾ വെന്നിമല, അതുപോലെ തന്നെ തിരുവല്ലം, അതുപോലെ തന്നെ തിരുനെല്ലി തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഈ ബലികർമ്മങ്ങൾക്ക് പ്രസിദ്ധമാണ്. വെന്നിമലയിൽ ബലിയിടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ചേരമാൻ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ആസ്ഥാനമായിരുന്നു വെന്നിമല എന്ന് പറയുക. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മസ്ഥലമാണ് വെന്നിമല എന്ന് പറയുക. അതുപോലെ തന്നെ കപില മഹർഷി തപസ് ചെയ്ത പ്രദേശമാണ് വെന്നിമല. ഇങ്ങനെ എല്ലാ തരത്തിലും പ്രാധാന്യം വെന്നിമലയ്ക്കുണ്ട്. അതിലുപരിയായിട്ട് വെന്നിമലയിൽ തീർത്ഥക്കുളത്തിലെ ബലിയിട്ടാൽ ആ തീർത്ഥക്കുളത്തിൽ എത്തുന്ന ജലമെന്ന് പറയുക, തീർത്ഥമെന്ന് പറയുന്നത് വെന്നിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ഒഴുകിയെത്തുന്ന തീർത്ഥമാണ്. അപ്പോൾ അവിടെ ബലിയിടുന്നത് വളരെ ശ്രേയസ്കരമാണ്. പിതൃക്കൾക്ക് അത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായി അത് മാറുന്നു.
മരണാനന്തര ദോഷങ്ങൾ പ്രധാനപ്പെട്ടവ പിണ്ണറുകൾ ദോഷവും വസു പഞ്ചക ദോഷവും അതുപോലെ തന്നെ കരിനാള് ദോഷവുമാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഇവയ്ക്കൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് മൃത്യുഞ്ജയഹോമം നടത്തുക, രണ്ടാമത് വിഷ്ണുപൂജ നടത്തുക. ഇത് രണ്ടിലൂടെ ആ ദോഷങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ആവുന്നതാണ്. മരണത്തിന് ശേഷം 1 വർഷം ചെയ്യേണ്ട ചടങ്ങുകളിൽ ഏറ്റവും ആദ്യത്തേത് തന്നെ പുലയിലിടുന്ന ബലിയാണ്. ആ പുലയിലിടുന്ന ബലി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം തന്നെ ആ ബലി ആരംഭിക്കും. അതിനുശേഷം ചിലർക്ക് 12 ദിവസമാണ്, ചിലർക്ക് 16 ദിവസമാണ് ബലികർമ്മങ്ങൾ അടിയന്തരത്തോടുകൂടി അവസാനിക്കുന്നു. എന്നിരുന്നാലും അതിനുശേഷം 41 പൊക്കം ബലിയിടുക, അതിനുശേഷം എല്ലാ മാസവും ബലിയിടുക, അതിനുശേഷം ഒരു വർഷം ആണ്ടുബലി ഏറ്റവും പ്രധാനമാണ്. അതിനുശേഷം മാത്രമേ ഈ ആത്മാവിനെ നമ്മൾ ഈ ആവാഹിച്ച് എവിടെയെങ്കിലും ഇരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആണ്ടുബലി വരെ ഉള്ള ബലികർമ്മങ്ങൾ കൃത്യമായി നടക്കേണ്ടത് ആവശ്യമാണ്, ആത്മാവിൻ്റെ ശാന്തിക്ക് വളരെ ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ സുവർശമ മധ്യത്തിലോ ഭഗവത്സഭാ മധ്യത്തിലോ ഈ ആത്മാവിനെ നമ്മൾ വിഷ്ണുവിലേക്ക് ലയിപ്പിക്കുന്ന ചടങ്ങോടുകൂടിയാണ് മോക്ഷം ലഭിക്കുക. അത് ആണ്ടുബലിക്ക് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആണ്ടുബലിക്ക് ശേഷം ചിലർക്ക് ഒരു ധാരണയുണ്ട്, ബലിയിടാൻ പാടില്ല എന്നൊരു ധാരണയുണ്ട്. പക്ഷേ മരിച്ച നാളില് അതിനുശേഷം ബലിയിടുന്നത് ഉത്തമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മരിച്ച നാളും ആ പിതൃവിൻ്റെ പേര് ആ മരിച്ച ആ ആളുമായിട്ടുള്ള ബന്ധവുമൊക്കെ സങ്കല്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ആ മരിച്ച നാളിൽ ബലിയിടുന്നത് അത്യുത്തമമാണ്. മരിച്ചയാളുടെ മക്കൾ തന്നെയാണ് പ്രധാനമായിട്ട് ബലിയിടേണ്ടത്. അങ്ങനെ മക്കളില്ലാതെ വന്നാൽ സഹോദരിമാരോ സഹോദരിമാരുടെ പുത്രന്മാർക്കോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ തന്നെ ഹൈന്ദവ ആചാരപ്രകാരം ആർക്ക് വേണമെങ്കിലും ഒരാളുടെ ബലി ഇടാനായിട്ട് സാധിക്കും. ബലി ഇടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാന ചടങ്ങാണ് ശ്രാദ്ധം എന്നുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ പോയി ഇടുന്നതാണ് ഉത്തമമെങ്കിലും അങ്ങനെ പോയി ഇടാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ലളിതമായി ഇങ്ങനെ സ്വന്തം ഭവനത്തിൽ ബലിയിടാമെന്നുള്ളത് പറയാം. തലേദിവസം നൊയമ്പ് നോറ്റ് അല്ലെങ്കിൽ ഒരിക്കലെടുത്ത് മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി ബലി സാധനങ്ങളൊക്കെ അടുപ്പിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈറിനോടുകൂടി സാധാരണ ചമ്രം പടഞ്ഞിരിക്കാവുന്നതാണ് ബലിക്ക്. ചിലർ പറയുന്നത് മുട്ടകുത്തി ഇരിക്കുക, അങ്ങനെയല്ല, ചമ്രം പടഞ്ഞ് തന്നെ ബലിയിടാനായിട്ട് ഇരിക്കാവുന്നതാണ്. അപ്പം ആ ഇരുന്ന് സ്വസ്ഥാനങ്ങളിലിരുന്ന് ക്രമീകരിക്കേണ്ട സാധനങ്ങളിൽ 2 ഇല ഉണ്ടാവുക. ആ 2 ഇലയിലും അതിലൊരല്ല ബലിയിടാനും മറ്റേ ഇലയിൽ സാധനങ്ങൾ വലത് കൈവശത്ത് ക്രമീകരിക്കുകയും ചെയ്യാം. ക്രമീകരിക്കേണ്ട സാധനങ്ങളിൽ 1 എള്ളാണ്, 2 ചന്ദനം, 3 ദർഭ, 4 ചെറുകൂള, 5 പവിത്രം, 6 ഉണക്ക ചോറാണ്, ഉണക്കല്ലെങ്കിൽ ഉണക്കലരി, പിന്നെ നെയ്യ്. ഇത്രയുമാണ് ആ ഇലയിൽ ക്രമീകരിക്കേണ്ടത്. അതുകൂടാതെ ഒരു ഗ്ലാസ്സിൽ വെള്ളവും കൂടി തൊട്ട് മുമ്പിലായിട്ട് വയ്ക്കുക. കൈ കഴുകി വലതുകൈയുടെ മോതിരവിരലിൽ പവിത്രമിട്ട് എള്ളും പൂവും ചന്ദനവും കൂടെ കൂട്ടി ജലത്തിലിട്ട് തൊട്ട് ജപിക്കുക. ഇമ ആപ ശിവാ സന്ധു ശുഭ ശുദ്ധ നിർമ്മല പാവന ശീതളൈ ശൈവ
ഭൂതാ സൂര്യശ്വരശ്മിഭേ ഗംഗാവർത്തി ആകശ്യ അവാഹയാമി എന്ന് സങ്കല്പിച്ച് ആ തീർത്ഥം തനിക്കും മുമ്പിലുള്ള സാധനങ്ങൾക്കും ബലിയിടാനുള്ള ഇലയിലും തളിച്ച് ആ ഇല തുടക്കി. അതിനുശേഷം ദർഭപ്പുല്ല് എടുത്ത് കഴുകി മുമ്പിലുള്ള ഇലയിൽ തനിക്ക് നേരെ വരത്തക്ക രീതിയിൽ വയ്ക്കുക. അതിനുശേഷം എള്ളും പൂവും ചന്ദനവും വെള്ളവും കൂടെ കൂട്ടി ആ പുല്ലിൻ്റെ മധ്യത്തിലായിട്ട് തൻ്റെ പിതൃവിനുള്ള ഇരിപ്പിടമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവിടെ അത് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഈ പിതൃവിനെ ആവാഹിക്കുന്ന ചടങ്ങാണ്. അതിനുവേണ്ടി എള്ളും പൂവും ചന്ദനവും വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് പിതൃവിൻ്റെ പേരും മരിച്ച നാളും ബന്ധവും കൂടി സങ്കല്പിച്ച് പിതൃവിൻ്റെ രൂപം മനസ്സിൽ വിചാരിച്ച് ആകശ്യ അവാഹയാമി എന്ന് സങ്കല്പിച്ച് എൻ്റെ മുമ്പിലുള്ള ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേരണമേ എന്ന് സങ്കല്പിച്ച് അവിടെ ആ പുഷ്പങ്ങൾ അർപ്പിക്കുക. അതിനുശേഷം ജലം കൊണ്ട് 3 പ്രാവശ്യം വെള്ളം കുടിക്കാൻ കൊടുക്കുക. ചന്ദനമെടുത്ത് തിരുമ്മി 3 പ്രാവശ്യം വെള്ളം വീഴ്ത്തുക. എള്ള് തിരുമ്മി 3 പ്രാവശ്യം വെള്ളം വീഴ്ത്തുക. ചെറുകൂള പുഷ്പം, അതാണ് പുഷ്പമായിട്ട് ഉപയോഗിക്കുക. ചെറുകൂള 3 പ്രാവശ്യം അർച്ചിക്കുക. അതിനുശേഷം വീണ്ടും ജലം കുടിക്കാനായി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ വലതുവശത്തെ ഇലയിൽ പിണ്ണം ഉരുട്ടി വയ്ക്കുക. ആ ഉരുട്ടി വയ്ക്കുമ്പോൾ അല്പം മിച്ചം വരത്തക്ക രീതിയിൽ വേണം അവിടെ ആ പിണ്ണം ഉരുട്ടാനായിട്ട്. എന്നിട്ട് എള്ളും പൂവും ചന്ദനവും വെള്ളവും ആ ഉരുട്ടി വെച്ച പിണ്ണവും കൂടെ എടുത്ത് ഹൃദയത്തിന് നേരെ കൊണ്ടുവന്ന് എൻ്റെ പിതൃവിനുള്ള പിണ്ണം, എൻ്റെ പിതൃവിനുള്ള ബലി എന്ന് സങ്കല്പിച്ച് ഓം തൽസൽ എന്ന് പറഞ്ഞ് ആ പിണ്ണം ആ മധ്യത്തിലായി വയ്ക്കുക. തുടർന്ന് 5 തവണ ജലം വീഴ്ത്തുക. ചന്ദനം കൊണ്ട് 5 നീര് കൊടുക്കുക. എള്ള് തിരുമ്മി 5 നീര് കൊടുക്കുക. 5 തവണ ആ പുഷ്പം അർച്ചിക്കുക. വീണ്ടും 5 തവണ വെള്ളം കൊടുക്കുക. തുടർന്ന് എള്ളും പൂവും ചന്ദനവും ബാക്കിയിരിക്കുന്ന ഉണക്കച്ചോറും അല്ലെങ്കിൽ ഉണക്കലരിയും കൂടെ കൂട്ടിയെടുത്ത് കൈ ഒരു കുമ്പിള് പോലെയാക്കി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തൻ്റെ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കുമുള്ള ബലി, ആത്മാർത്ഥമായിട്ട് പറയണേ, എല്ലാ പിതൃക്കൾക്കുമുള്ള ബലി എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ അവിടെ ആ തലയ്ക്കലായി ദർഭപ്പുല്ലിൻ്റെ തലയ്ക്കലായിട്ട് ഇങ്ങനെ തൂവി ഇടുക. അതിനുശേഷം അതിൻ്റെ കാൽക്കൽ, ദർഭപ്പുല്ലിൻ്റെ കാൽക്കൽ തൊട്ട് ഒന്ന് തൊഴുക. എന്നിട്ട് ആ ദർഭപ്പുല്ലിൽ തൊട്ട് ഒരു ആത്മബന്ധം ആ പിതൃവുമായിട്ട് സ്ഥാപിക്കുക. എന്ന് പറഞ്ഞാൽ ആ കൊച്ചിലെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുക. അതുപോലെ തന്നെ വളർത്തി വലുതാക്കിയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കുക. ചെറിയ കാര്യം മുതലേ വലിയ അവസാനം വരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മനസ്സിലേക്കൊന്ന് ഓർക്കുക, ഒന്ന് ആവാഹിച്ചെടുക്കുക. അതിനുശേഷം പറയുക, ഇങ്ങനെ തൊഴുതു പറയുക. അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ഞാനോ എൻ്റെ കുടുംബമോ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ പിതൃക്കളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാപരാധവും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ, സംസ്ഥാപരാധവും ക്ഷമിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ പ്രാർത്ഥിക്കുക. ഓം അനാദി നിധനാനന്ദ ശംഖചക്രഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തിപ്രദോ ഭവ, പ്രേതമുക്തിപ്രദോ ഭവ എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം നമുക്കറിയാം, ഈ നമ്മളെല്ലാം വിളിച്ചു വരുത്തി
നമ്മൾ ബലിയിട്ടു, അതിനുശേഷം നമ്മൾ അവരെ മടക്കി അയക്കുന്ന, പിതൃലോകത്തിലേക്ക് മടക്കി അയക്കുന്ന ചടങ്ങാണ്. വേർപാട് എന്നും ഒരു വേദനയാണ്. ആ വേദനയോടുകൂടി തന്നെ, ആ ശ്രദ്ധയോടുകൂടി തന്നെ ശ്രാദ്ധമെന്ന പദം അർത്ഥമാക്കത്തക്ക വിധത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതെ നമ്മൾ അവരെ മടക്കി അയക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എള്ളും പൂവും ചന്ദനവും വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് വലതു കൈയിലെടുത്ത് 3 തവണ ഇങ്ങനെ ഒരു വട്ടം ചുറ്റി, ആ പിണ്ണത്തിന് വട്ടം ചുറ്റി നേരെ മുകളിൽ കൊണ്ടുവന്ന് നേരെ മുകളിലേക്ക് ഉയർത്തി താഴേക്ക് ഉദ്ദിഷ്ട ഉദ്വാസയാമി എന്ന് പറഞ്ഞ് അവിടെ ആ പൂക്കളും ആ എള്ളുമെല്ലാം കൂടെ ഇടുക. അതിനുശേഷം ഒന്നുകൂടെ തൊഴുക. എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും പോരാ, ശാന്തിയും സമാധാനവും ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ 2 ഇലകളും ഒരുമിച്ച് ആക്കി നേരെ മുമ്പിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ബലിയിട്ട ഇലയിലെ വെള്ളം, ഗ്ലാസ്സിലെ വെള്ളമല്ല, ബലിയിട്ട ഇലയിലെ വെള്ളം തനിക്ക് എല്ലാവിധ ഐശ്വര്യവും ഈ ബലിയുടെ പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ബലിയിട്ട ഇലയിലെ വെള്ളം തനിക്ക് തളിക്കുക. നമുക്ക് ഓർക്കുക, നമുക്ക് കേട്ടിട്ടുണ്ട്, ചില അപകടങ്ങളുണ്ടാകുമ്പോൾ ചിലർ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുന്നത് ഈ പിതൃക്കൾ ഒരു വലയമായി നമ്മളൊരു അപകടഘട്ടത്തിൽ നമുക്ക് ചുറ്റും ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് ഈ ബലിയിട്ട ഈ പുണ്യതീർത്ഥം നമുക്ക് തളിക്കുന്നത്. അവിടെ ഒരു വലയം സൃഷ്ടിക്കപ്പെടും, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വലയം ഉണ്ടായി ആ ആപൽഘട്ടങ്ങളിൽ നിന്നും, വിവിധ ആപൽഘട്ടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നൊരു സങ്കല്പവും കൂടിയുണ്ട് ഇതിന്. അപ്പം അതിന് അവസാനമായിട്ട് നമ്മൾ ആ പവിത്രം ഊരിയിട്ട് കെട്ടഴിച്ച് അതിൻ്റെ അടുത്ത് വയ്ക്കുക. അതിനുശേഷം ഈ പിണ്ണം വയ്ക്കുന്ന സ്ഥലത്ത്, കൊണ്ടുപോയി വയ്ക്കേണ്ട സ്ഥലത്ത് അത് വച്ച് കാലും മുഖം കഴുകി വന്ന് ഭസ്മധാരണം നടത്തുന്നതോടുകൂടിയാണ് ഈ ചടങ്ങ് അവസാനിക്കുക. അപ്പം അത്രയും ഉത്തമമായ ചടങ്ങാണ്. ബാക്കി എല്ലാ ചടങ്ങിനേക്കാളും ലോകത്തുള്ള വിവിധ ചടങ്ങുകളുണ്ട്, വിവിധ പൂജകളുണ്ട്, അവയെക്കാളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പിതൃകർമ്മമാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്നുകൂടി അനുസ്മരിക്കുന്നു. കർക്കിടക ബലി എങ്ങനെ ഇടാം? ബലിയുടെ പ്രാധാന്യമെന്ത്? അമ്പലങ്ങളിൽ പോയി ബലിയിടാൻ സാധിക്കാത്തവർക്ക് വീടുകളിൽ ലളിതമായി എങ്ങനെയാണ് ഒരു ബലികർമ്മങ്ങൾ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ഈ വർഷത്തെ കർക്കിടക വാവ് ബലി ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. കഴിവ് എല്ലാവരും തന്നെ ഒരു കുടുംബം നിലനിർത്തപ്പെടുന്നത് ഈ പിതൃക്കളാണ് എന്ന് ഓർത്തുകൊണ്ട് അവരുടെ പ്രാധാന്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ സ്വന്തം വീടുകളിലാണെങ്കിൽ സ്വന്തം വീടുകളിൽ ബലിയിട്ട് ഈ പിതൃസ്മരണ നിലനിർത്തേണ്ടത് ഹൈന്ദവാചാരപ്രകാരം ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. ഇനിയൊരു പ്രധാന കാര്യം, ഈ 12-ാം തീയതി രാവിലെ പുലർച്ചെ തന്നെ ബലി കർമ്മങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ആരംഭിച്ച് മധ്യാഹ്നത്തോടുകൂടി ബലികർമ്മങ്ങൾ അവസാനിപ്പിക്കുക. ഇനി അങ്ങനെ ബലികർമ്മങ്ങളായിട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾ അമ്പലങ്ങളിലെ തിലഹവനം ഉണ്ടാവും, അതിൽ പങ്കാളികളാവും. അതുകൂടാതെ നമസ്കാരം ഉണ്ട്, കൂട്ട നമസ്കാരം, ഒറ്റ നമസ്കാരം എന്നിവയൊക്കെ നടത്താവുന്നതാണ് ക്ഷേത്രങ്ങളിൽ. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ദാനമായിട്ട് ഒരു വസ്ത്രവും അതുപോലെ തന്നെ ഫലവും എല്ലാം കൂടെ ചേർത്ത് ഇവരെ സ്മരിച്ചുകൊണ്ട്, അങ്ങനെയാണ് കാലുകൾ ചൂട്ടിനുള്ള ദക്ഷിണ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ഉത്തമനായ ആൾക്ക് ഒരു ദാനം നൽകിയാലും ഈ കർമ്മം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ ഇത്രയും നേരം ഇങ്ങനെയൊരു വീഡിയോ കണ്ടതിന്
എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.